നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മാറ്റത്തിന്റെ കാറ്റിൽ. അമേരിക്കൻ ചരിത്രത്തിൽ ഗതിമാറ്റത്തിന്റെ കാറ്റുപടർത്തി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ. ജനങ്ങളിലേക്ക് അധികാരം തിരിച്ചെത്തിയ ദിനമായി തന്റെ സത്യപ്രതിജ്ഞാ ദിവസം ചരിത്രത്തിൽ അറിയപ്പെടുമെന്ന് പ്രസിഡന്റ് ട്രംപ്. 45ാമത് US പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റത് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 10:30-ഓടെ. അമേരിക്കയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പുതിയ പ്രസിഡന്റ് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന മാതൃകയായി അമേരിക്കയെ മാറ്റും, ഇസ്ലാമിക ഭീകരതയെ ലോകത്തു നിന്ന് തുടച്ചു മാറ്റുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം. വ്യാപാരവും നികുതിയും കുടിയേറ്റവും വിദേശ നയവും അമേരിക്കയ്ക്ക് ഗുണകരമാകുന്ന വിധത്തിൽ മാറ്റിയെടുക്കും. മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി കണക്കറ്റ പണം ചെലവിട്ടപ്പോൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ജീർണിച്ചു. ഒരു ഹൃദയം, ഒരു വീട്, ഒരു ലക്ഷ്യം എന്നതാകും അമേരിക്കയുടെ പുതിയ മുദ്രാവാക്യമെന്നും പ്രസിഡന്റായി ചുമതലയേറ്റ ട്രംപിന് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപിന്റെ ഭരണത്തിൽ അമേരിക്ക പുതിയ നേട്ടങ്ങൾ കൈവരിക്കട്ടെ. ഇന്ത്യ അമേരിക്ക സൗഹൃദ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആശംസാ സന്ദേശത്തിൽ മോദി. തീരമണഞ്ഞ സമരക്കടൽ. ഒരുമയുടെ കരുത്തിൽ നേടിയ സമരവിജയത്തിന്റെ ആവേശത്തിൽ തമിഴകം. സുപ്രീം കോടതി വിലക്കു മറികടക്കാൻ 2 ദിവസത്തിനകം സംസ്ഥാനത്തിന്റെ ഓർഡിനൻസ്. നിയമക്കുരു കഴിഞ്ഞത് ജല്ലിക്കെട്ട് ഓർഡിനൻസിന്റെ കരടിന് കേന്ദ്ര നിയമ മന്ത്രാലയം അനുമതി നൽകിയതോടെ. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ 2 ദിവസത്തിനകം സംസ്ഥാന സർക്കാരിന് നിയമ ഭേദഗതി പാസാക്കാം. സുപ്രീം കോടതിയിലെ കേസിൽ വിധി പ്രസ്താവം ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് ഓർഡിനൻസിന് വഴിയൊരുക്കിക്കൊണ്ട്. വിജയം കണ്ടത് തമിഴ്നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ വിപ്ലവം. ജല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴ്നാടിന് പൂർണ്ണ പിന്തുണ നൽകി പ്രധാനമന്ത്രി. തമിഴ്നാടിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നതായും നരേന്ദ്രമോദി. വിലക്കുകളോട് പൊരുതിയ സാധാരണ ജനതയുടെ ചരിത്ര ജയം ഏറ്റുവാങ്ങി ചെന്നൈ മറീന കടൽ തീരം. വില കൂട്ടാനൊരുക്കം. ക്ഷീര കർഷകരെ സംരക്ഷിക്കാൻ സംസ്ഥാനത്ത് പാൽ വിലയിൽ 3 രൂപയുടെ വർധന വരുത്തുമെന്ന് സൂചന. സഹകരണ സ്ഥാപനമായ മിൽമയ്ക്ക് വില കൂട്ടാൻ സർക്കാർ അനുമതി വേണ്ട എന്നിരിക്കെ അന്തിമ തീരുമാനം വില കൂട്ടൽ പഠിക്കുന്ന സമിതിയുടെ നിർദ്ദേശം കേട്ട ശേഷം. ക്ഷീര കർഷകരുടെ കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാൻ മിൽമ യൂണിയനുകൾ ആവശ്യപ്പെട്ടിരുന്നത് 3 മുതൽ 5 രൂപയുടെ വർധന. ചൂടുകൂടിയതോടെ പ്രതിദിന പാൽ ഉൽപാദനത്തിൽ 70,000 ലിറ്ററിന്റെ കുറവെന്നും വിശദീകരണം. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വാങ്ങുന്ന പാലിന്റെ വില കൂടിയതും സംഭരണത്തെ ബാധിച്ചെന്ന് മിൽമ. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കർഷകന് ചെലവാകുന്നത് പരമാവധി 30 രൂപ. വിലയിൽ 3 രൂപയുടെ വർധനവ് വരുത്തിയാൽ കർഷകന് അധികം ലഭിക്കുക 2 രൂപ 40 പൈസ. പിളരുമോ സൈക്കിൾ. സീറ്റ് വിഭജനത്തിൽ വഴിമുട്ടി ഉത്തർപ്രദേശിലെ SP കോൺഗ്രസ് വിശാല സഖ്യം. ഭിന്നത തീർക്കാൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ന് MLA-മാരുടെ ചർച്ച. പ്രതിസന്ധി പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്കയുമായി അഖിലേഷ് കൂടിക്കാഴ്ച നടത്തും. ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ സഖ്യം പിളരുമെന്നും സൂചന. വിശാല സഖ്യത്തിൽ പ്രതിസന്ധി ഉടലെടുത്തത് സീറ്റ് വിഭജന ചർച്ചകൾ തുടരവേ കോൺഗ്രസിന്റെ 9 സിറ്റിംഗ് സീറ്റുകളിലേക്ക് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ. അഖിലേഷിന്റെ നീക്കം ദൗർഭാഗ്യകരമെന്ന് ഗുലാം നബി ആസാദ്. സീറ്റുകൾ വിട്ടു നൽകണമെന്നും ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ആവശ്യം. 404 നിയമസഭാ സീറ്റുകളിൽ 191 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക സമാജ്വാദി പാർട്ടി പുറത്തുവിട്ടത് ഇന്നലെ. സഖ്യകക്ഷിയായ കോൺഗ്രസിന് 85 സീറ്റ് നൽകാനാവൂ എന്ന് പുതിയ നിലപാട്. ആശയക്കുഴപ്പത്തിനു കാരണം അഖിലേഷിന്റെ നീക്കത്തെ മുലായം എതിർക്കുന്നതെന്നും വിലയിരുത്തൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.